എല്ലകളൊക്കെ ഇല്ലേ, എല്ലകളൊക്കെ പറഞ്ഞൊരു കാട് വൈബായി. അത് അതിൽ കൂടി വരെ അത്യാവശ്യം റോഡൊക്കെയാണ്. പിന്നെ ഒരു ഇരുണ്ട റോഡ്. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ കിളി പോയി, ഞാൻ കട്ടായി. ചിലപ്പോ അവിടെ ഈ കോറിഡോർ ഏറ്റവും അടുത്ത് ചെന്ന് ലിഫ്റ്റില്ല. 11-12 ആയപ്പോ ലിഫ്റ്റിൽ തുറക്കണ്. ചിലപ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കൂടെ പോവാ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാ. ബാക്കിന്ന് സൗണ്ട് കേട്ടു. ഞങ്ങൾ 2-3 പേരായിട്ട് അവിടെ നിന്ന് വീഡിയോ കൂടെ കളിക്കാൻ തുടങ്ങി. ഈ പോലീസുകാർ നോക്കിക്കുന്നത് ഈ പയ്യൻ ബോധം കൊണ്ട് എടുക്കുക. അപ്പൊ ഇന്ന് നമ്മൾ കോഫി വിത്ത് കൊണയുടെ എപ്പിസോഡ് 2. അപ്പൊ ഇതിൽ അന്തുണ്ട് നമ്മുടെ കൂടെ. അതെ. അപ്പോ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ പോണ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതം. ഈസ് ഗോസ്റ്റ് ഈസ് റിയൽ. പ്രേതം ഉണ്ടോ, നമ്മുടെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങള്, അത് ഇതൊക്കെയാണ് നമ്മളിൽ ചർച്ച ചെയ്യണ്ടാവുക. അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റും പരിപാടികളും. അതെ. അപ്പോ നമുക്കപ്പോ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനിതുപോലെ ഒരു പ്രാവശ്യം ഈ പട്ടി കുറച്ച് കൊറേ നോക്കി. പട്ടി കുറക്ക ഭയങ്കര കൊറേ രാത്രി. അണ്ട് ഞാൻ വെറുതെ ചെല്ലുമെന്ന് നോക്കിയപ്പോ ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരാള്. അതിനോട് ഈ പട്ടികൾ അത് പെട്ടെന്ന് ഇടിമില്ലിൽ അടിച്ചപ്പോ കണ്ട്. അടി ഇടിമില്ലിൽ നിന്ന് എന്നിട്ട് ഞാൻ പിന്നെ ടോർച്ച് നോക്കിയപ്പോ ആളില്ല അവിടെ. വെള്ള ഷർട്ട് ഇട്ട ഒരാള്, ജുബ, വെള്ള ജുബ ഇട്ട ഒരാള് ഇങ്ങനെ ജനല് തുറന്നതാണ്. പട്ടി ഭയങ്കര കുഴ, അന്ന് ഭയങ്കര മഴയാണ്, ഇടിമില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ തുറന്നു. അപ്പൊ പെട്ടെന്ന് ഇടിമില്ലടിച്ച് നോക്കുമ്പോ വെള്ള കളർ ജുബ ഇട്ട ഒരാള്. അങ്ങനത്തെ പല സിനിമ ഉണ്ടാവാറുണ്ട്. അത് മൃഗങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അവർക്ക് ഈ ലോ ഫ്രീക്വൻസി നമ്മളെക്കാളും ചെറിയ ഫ്രീക്വൻസി കാണാൻ പറ്റും. വിഷയമായിട്ട് വ്യത്യാസമില്ല. അപ്പൊ അവർക്ക് അങ്ങനെ. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ പ്രേതമല്ല, ആത്മാവാണ്. അതെന്ന് വെച്ചാൽ എന്റെ മരിച്ചുപോയ അപ്പൂപ്പനെ ഞാൻ വീണ്ടും കണ്ടുള്ളൂ. സംഭവം വെച്ചാൽ ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ അപ്പൂപ്പൻ മരിക്കുന്നത്. എന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞാണ്. അപ്പോഴത്തേക്കും ഈ എൻ്റെ വീടെന്ന് വെച്ചാൽ വീടും ഇതിന്റെ 3 ഭാഗത്തും വലിയ പറമ്പോ ഈ മൊത്തം റബ്ബർ, വാഴ, അങ്ങനെ ഒരു കാട് പോലെ സെറ്റപ്പ്. അപ്പോൾ ഒരു ദിവസം രാത്രി വീട്ടില് ഞാനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും അനിയത്തിയും കൂടെ എന്തോ കല്യാണത്തിനോ അങ്ങനെ എന്തോ പോയപ്പോ അങ്ങനെ ഞാനും അമ്മൂമ്മയും ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ അമ്മൂമ്മ എന്തോ ഉണ്ടാക്കുന്നു, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഈ അടുക്കളയിൽ എന്ന് വെച്ചാൽ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ലിൽ കൂടെ നോക്കിയാൽ നമുക്ക് പുറത്ത് ഈ പറമ്പ് കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പറമ്പിന് നടുക്കൊരു ടോർച്ചിന്റെ വെളിച്ചം ഇങ്ങനെ ആര് നിൽക്കുവാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ എന്റെ അമ്മൂമ്മ എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ഇങ്ങനെ കുറെ വിശ്വാസങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഈ അപ്പൂപ്പൻ മരിച്ച് കുറച്ച് നേരമായിരിക്കും കഴിഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പൂപ്പന്റെ ആത്മാവായിരിക്കും, വെറുതെ ഇരുന്നപ്പോ അമ്മൂമ്മയെ കാണാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എന്താക്കി. പുള്ളിക്കാരി ഇത് വിശ്വസിച്ച് എന്നെ വിളിച്ചോണ്ട് ഇങ്ങനെ അടുക്കളയുടെ ഡോറും തുറന്ന് ഈ പറമ്പിലോട്ട് ഇറങ്ങി. നോക്കിയപ്പോ അങ്ങനെ നമ്മളുണ്ട് ചെന്നപ്പം സംഭവം ശരി, ഒരു പ്രായമായിട്ടുള്ള ആള് ഒരു ടീഷർട്ടും ഒരു കയ്യിലേക്ക് കൊടുത്ത് ഈ ടോർച്ചും പിടിച്ച് ഇവിടെ ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഉറപ്പിച്ച് ഇത് മരിച്ച പുള്ളിക്കാരി എങ്ങനെ മരിച്ച ഭർത്താവിനെ കാണാൻ വേണ്ടിട്ട് ചേട്ടാ വിളിച്ചോണ്ട് വന്നപ്പോഴാണ് സംഭവം ഇത് അപ്പൂപ്പനൊന്നുമല്ല, വേറെ ഒരു പ്രായമായ മനുഷ്യൻ, ഒരു റിലേവായ മനുഷ്യനാ. അങ്ങനെ ഈ ശബ്ദമെല്ലാം കേട്ട് നമ്മളെ മുകളിലത്തെ വീട്ടിലത്തെ മാമി ഇറങ്ങി. പുള്ളിക്കാരി നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പുള്ളിക്കാരൻ ഇങ്ങനെ റിലേ പോയതാ, പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ പുള്ളിക്കാരിങ്ങനെ ഈ രാത്രി ആകുമ്പോ പുള്ളി കഴുപ്പ് കയറി ഇങ്ങനെ ടോർച്ചും പിടിച്ചിറങ്ങും. അങ്ങനെ വഴിയേറ്റ് വന്നു. അതുപോലെ പിന്നെ പിന്നത്തെ പുള്ളിക്കാരന്റെ റോഡിലോട്ട് കയറ്റി വിട്ടു. പിന്നെ ഇതുപോലെ റീബർത്ത്, പുനർജനിക്കുന്ന അതിന് കുറെ തെളിവുകളുണ്ട്. കാരണം ഒരു സയന്റിസ്റ്റ് സ്പെയിനിലുള്ളതാ ഏതൊരു കൊച്ചിനെ ഹിപ്നോട്ടൈസ് ചെയ്തെന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള കൊച്ചുങ്ങളെയാണ് കുറെ പേർ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോ അതിലൊരു കൊച്ചി ഈജിപ്ഷ്യൻ ഭാഷ സംസാരിക്കണം. മനസ്സിലായ? അന്ന് വെച്ചാല് ഇത് ശരിക്കും ഉള്ളതാ. എന്ന് വെച്ചാൽ സയന്റിഫിക്കലി പ്രൂവ്ഡ് എന്ന് വെച്ചാൽ പുള്ളി ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോ കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു 10 വയസ്സ് വരെ കൊച്ചുങ്ങൾ മാത്രമേ വർക്കാവുന്നുള്ളൂ. അതിന് മുന്നേ കൊച്ചുങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് സംസാരിക്കുമ്പോ അതിന് മുന്നത്തെ കാലത്തിലുള്ള എന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ ഒട്ടും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല. സ്പാനിഷ് കോച്ചാണ്. പക്ഷെ
അതിന് മുമ്പ് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഇത് ആദ്യം ഏത് ഭാഷയെന്ന് മനസ്സിലായില്ല. പിന്നെ ഒരു ഈ ട്രാൻസ്ലേറ്റർ ഒക്കെ വെച്ച് നോക്കിയപ്പോ മനസ്സിൽ ഈജിപ്ഷ്യൻ ആണെന്ന്. പിന്നെ ഈ ആ ഭാഷ അറിയാവുന്ന ഒരാൾക്കൊണ്ട് ചോദിച്ചപ്പോ അവിടെ പുള്ളി ഇങ്ങനെ താമസിച്ചിരുന്ന് പുള്ളിക്ക് ഒരു ഭാര്യ ഉണ്ടായി, മക്കളുണ്ടായി, അതൊക്കെ പുള്ളി ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു, ഈജിപ്ഷ്യൻ ഭാഷയിൽ പറഞ്ഞു. വീടിന്റെ അടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടോ, ഇങ്ങനെ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു അപ്പൂപ്പൻ, പുള്ളിക്കാരൻ്റെ ഒരു ജനാർദ്ദൻ എന്നാ. അപ്പോൾ പുള്ളിക്കാരൻ മരിക്കുന്ന എനിക്ക് തോന്നുന്നു 2017-18 ആ സമയത്തുണ്ടോ. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ച് പുള്ളിക്കാരൻ മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മരുമോള് പ്രഗ്നൻ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോൻ്റെ ഭാര്യ. അപ്പോൾ പുള്ളിക്കാരൻ മരിച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ചേച്ചിയുടെ ഡെലിവറി. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഈ കുട്ടിയെ പുറത്തെടുത്തപ്പോഴാണ് ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയി. അതായത് ഈ പുള്ളിക്കാരന് ഈ മുറുക്കാൻ ചവിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടിയെ പുറത്തെടുത്തപ്പോ കുട്ടി വായിൽ ഇങ്ങനെ മുറുക്കാൻ ചവച്ചോണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഡോക്ടറുടെ അവസ്ഥ ചോദിക്കേ. ഡോക്ടർക്ക് പിന്നെ അത് വലിയ ട്രോമ ഉണ്ടാവില്ലേ. ഇനിയിപ്പോ ഏതൊരു കുട്ടിയെ പുറത്തെടുക്കുമ്പോഴും ഇങ്ങനെ സാധനം ഇത് മുറുക്കാന്ന് വെച്ചാല് സാധാ മുറുക്കാൻ മാത്രം ഉണ്ടായുള്ള അല്ലെങ്കിൽ പുകയില ഉണ്ടായ അത് അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ മോൻ എനിക്കറിയാവുന്ന ചേട്ടനാ. അപ്പോൾ ആ കുട്ടി പെൺകുട്ടിയായിട്ട് പോലും അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ജനാർദ്ദൻ ആ കൊച്ചിന് പേരിട്ടു. ഇത് ഏറ്റവും ഈ അടുത്ത് ഭയങ്കര റീസെന്റ് ഉണ്ടായ സംഭവമാണ്. ഇത് ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ട്, നാട്ടിലെ ഒരു ബടിയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി പടത്തിന് പോയിട്ടു, സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ പോയിട്ട്, സെക്കൻഡ് ഷോ അല്ല 9 മണിയുടെ ഷോ ഇല്ലേ, 9 മണിക്ക് കഴിയുന്ന ഷോ, അത് കഴിഞ്ഞ് വരെയായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകണം, ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഒരു വഴി എത്തിയപ്പോ അവൻ പറഞ്ഞു, എടാ ഇവിടുന്ന് ലെഫ്റ്റ് പോവാം, ലെഫ്റ്റ് പോയിട്ട് അവിടെ ഒരു മണിയുണ്ട്. അത് ഈ ബ്രഹ്മയുഗമൊക്കെ ഇല്ലേ, ആ പടത്തെ റിലീസ് ചെയ്ത് 2 വീക്കൊക്കെ കഴിഞ്ഞല്ലോ ആ സമയത്താ. അപ്പൊ അവിടെ ഒരു മണിയുണ്ട്, നൈസാന്നൊക്കെ അവൻ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ ഞാനൊക്കെ നൈസല്ലേ പരിപാടി, നമുക്കൊന്ന് കണ്ടുവച്ച് വരാന്ന് വിചാരിച്ച്. സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്, പറഞ്ഞ പോലെ പോയിട്ടുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മനേനെ കുറിച്ച്, അത്യാവശ്യം നൈസാന്നറിയാം. അത് പക്ഷെ രാവിലെ ഒക്കെ ആൾക്കാർ പലരും പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സൊക്കെ. അപ്പൊ ഇവന്റെ വാക്കും കേട്ട് ഞങ്ങൾ ഒരു 9 മണി സമയത്ത് അതേ കൂടെ പോയി കണ്ടുവച്ചും വരാന്ന് വിചാരിച്ചു. പകുതി പോയപ്പോഴേ ഇവൻ പറയാ, എടാ നമുക്ക് പോവാം, ഞാൻ ഉണ്ട്, ധൈര്യമാണ്, പേടിക്കില്ല കൊണ്ടുപോയത് ഒറ്റ മൈൻഡില്. പകുതി ആയപ്പോ ഞാൻ വിചാരിച്ച ഡിസ്റ്റൻസ് നിന്ന് കാണാന്നാ. ഇവൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിൽ പോവാ, മുറ്റത്ത് നിന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഒരു ഇടവഴി എടുക്കാൻ പറഞ്ഞു, ഗേറ്റിന്റെ അടുക്കല്ലേ. വഴി തുടങ്ങിയതും അതുവരെ അത്യാവശ്യം റോഡൊക്കെയാണ്, പിന്നെ ഒരു ഇരുണ്ട റോഡായി, മനുഷ്യന്മാരില്ല, ചുറ്റി ഇലകളൊക്കെ ഇല്ലേ, ഇലകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊരു കാട് വൈബായി. അത് അതിൽ കൂടെ 1 കിലോമീറ്ററോളം പോകണം, അങ്ങനെയാണ് നമുക്ക് സ്ഥലത്തുള്ളൂ. അതെനിക്കറിയാം. പക്ഷെ രാത്രി ആയപ്പോ ഈ ഭയങ്കര ഡാർക്ക്നെസ്സും നമുക്ക് പേടിയാവില്ലോ. പകുതി ആയപ്പോഴേ ഇവൻ എടാ ചങ്ക പേടിക്കല്ലേ, നമുക്ക് പോവാൻ കണ്ടുവച്ച് വേണമെങ്കിൽ പറയുന്നത്. പകുതി ആയി പോകാൻ പറഞ്ഞേ, എടാ പണ്ടെന്റെ ചേട്ടനെ ഇവിടെ പോയിട്ടുണ്ട്, ചേട്ടന്റെ ബടിയും കൂടി ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് അവര് ഇവിടുന്ന് ശബ്ദം കേട്ടു, അതിന്റെ ശബ്ദം ഇതിന്റെ ശബ്ദം, അത് കേട്ട് ഇവര് ഏറ്റു ഓടി, ഇവര് എന്നിട്ട് വണ്ടിയൊക്കെ അവിടെ ഇട്ട് ഓടി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അതുവരെ ഞാൻ ചോദിക്കുക സാധാരണ വലിയ പേടിയൊന്നുമില്ല. ഇവനിങ്ങനെ പറഞ്ഞപ്പോ എന്റെ കിളി പോയി, ഞാൻ കട്ടായി. സംഭവിച്ചാൽ നമ്മൾ ഇവൻ പറയടാ ധൈര്യം പൊളിക്കാൻ നോക്കി 2 ഫോട്ടോ എടുത്ത് വരാൻ പറഞ്ഞിരിക്കുക. പകുതി ആയപ്പോ ഇവന്റെ മൂട് മാറി. ഇവന്റെ മൂട് എടാ തൊരപ്പാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെ കൊല്ലാൻ കൊണ്ടുപോകാന്ന് വെച്ച്. സംഭവം നമുക്ക് പേടിയാവല്ലോ. പിന്നെ ഞാൻ ഒരു മണിയും വേണ്ടത് ഞങ്ങൾ തിരിച്ചു പോയി, കാണാൻ പറ്റിയില്ല. എക്സ്പീരിയൻസ് ആയിരുന്നു അത് അവന്റെ കൂടെ. ഇതുപോലെ തന്നെ സെക്കൻഡ് ഷോക്ക് വന്നപ്പോഴാണ് ഞാനും കൂട്ടുകാരനും കൂടി വന്നപ്പോഴാണ്. എങ്ങനെയത്? അത് ഒരാൾ ലിഫ്റ്റ് വെച്ച് ലിഫ്റ്റാ ഞങ്ങൾ കേൾക്കൊള്ളാൻ പറഞ്ഞു. ബൈക്കില് രാത്രി 12 മണിയാണ് ഞങ്ങളിത് അങ്ങ ഒരു ജംഗ്ഷൻ എത്തിയ പുള്ളി ഇറക്കാൻ പറഞ്ഞു. ആട്ടി അങ്ങ് ഇറക്കി നോക്കില്ല, പുള്ളിക്ക് തലയില്ല. തലയില്ല, പക്ഷെ എങ്ങനെ എവിടെ വെച്ചാണ് വർത്താനം പറഞ്ഞാന്ന് മനസ്സിലാവും. വർത്താനം അവിടെ വരെ ഞങ്ങൾ നോക്കില്ല, കൈ കാണിച്ചപ്പോ കേറിക്കോ. ഞങ്ങളിങ്ങനെ +2 പഠിച്ചപ്പോ ആ സമയത്തായിരുന്നു ഞങ്ങളെ ഒരു ട്യൂഷനില് ഒരു മാത്സ് പഠിപ്പിക്കുന്ന ഒരു സാറ് മരിച്ചു വന്നു ആക്സിഡന്റിൽ. അപ്പോ പുള്ളി അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഹോസ്റ്റലില് ആ സമയത്ത് ഇതേപോലെ ഈ രോമാഞ്ചം ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും അത്യാവശ്യം വൈബായി കളിക്കാന്ന് പറഞ്ഞ് കളിച്ചു തുടങ്ങിയതാ. സംഭവം വന്നത് നമുക്ക് പേരറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് കോയിൻ വെച്ച് ഫസ്റ്റ് P-ലോട്ട് പോയി, പിന്നെ R-ലോട്ട് പോയി. സംഭവം പ്രഭാകരൻ സാറായിരുന്നു. അങ്ങനെ പുള്ളി ഇതേപോലെ നമ്മൾ വിളിച്ച് പുള്ളി അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് അങ്ങനെ ശല്യങ്ങളില്ലായിരുന്നു. പുള്ളി അങ്ങനെ
ഞങ്ങൾ പിന്നെ ഗോയവൊന്നും പറഞ്ഞില്ല, പുള്ളി എല്ലാവരും മിസ് ചെയ്യുന്ന സമയമായിരുന്നു. പിന്നെ പുള്ളി കൊണ്ടിങ്ങനെ മാത്സ് അസൈൻമെൻറ്റ് എഴുതിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ കണ്ടുപിടിക്കുക, പ്രോബ്ലംസ് പുള്ളിക്ക് ഇങ്ങനെ പുള്ളിയുടെ സ്പീക്കിന് പ്രോബ്ലം കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ. ഞങ്ങൾ +2 ബാച്ചിൽ മിക്കവരും ഇങ്ങനെ മാത്സിന് A1 വാങ്ങിയത് പുള്ളി കൂടെ ഉണ്ടായതുകൊണ്ട്. അത് നമുക്കൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാല്. സാറിനെ ഈ നിമിഷത്തിൽ ഞാൻ സ്മരിക്കുന്നു. ഇടയ്ക്കൊരു ഇതൊക്കെ ഉണ്ടായി, സ്ത്രീകളായ പ്രേതങ്ങളെ 14 സെക്കൻഡിൽ കൂടുതൽ നോക്കരുത്. അങ്ങനെ നിയമം വന്നിരുന്നു. സ്ത്രീകളായ പ്രേതങ്ങളെ 14 സെക്കൻഡിൽ കൂടുതൽ കണ്ണിൽ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ടായി. 13 സെക്കൻഡ് കഴിയുമ്പോൾ മാറ്റിയിട്ട് പിന്നെ നോക്കി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രേതങ്ങൾ ഇറങ്ങുന്നത് ഈ ഇലക്ഷൻ്റെ സമയത്താണ്. കാരണം വെച്ചാൽ ഈ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ 5 വർഷം മുമ്പ് മരിച്ചവർ വന്ന് വോട്ട് ചെയ്തിട്ട് പോയത്, ഇങ്ങനെ വോട്ടേഴ്സ് ഇന്ത്യൻ പൗര എന്ന രീതിയിൽ വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് വെറുതെ ആൾക്കാർ ഇങ്ങനെ വളച്ചൊടിക്കുന്നുണ്ട്. അതിങ്ങനെ ആൾമാറാട്ടം നടത്തി വന്ന് അതല്ല, ശരിക്കും ആ വ്യക്തിക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വന്ന് മരിച്ചിട്ടും വോട്ട് ചെയ്യാൻ ഇലക്ഷന് വന്ന് വോട്ട് ചെയ്ത് പോകുന്നത്. അല്ല, അതാ ഒരു ഇന്ത്യൻ പൗരെന്നുള്ളതിന് ഉത്തരവാദിത്തം നമ്മൾ ബഹുമാനിക്കണം. കാരണം മരിച്ചിട്ടും വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അതൊരു വലിയ കമ്മിറ്റ്മെന്റ് അല്ലേ? നിങ്ങൾക്ക് ഈ ലോയർ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചാൽ IPC 327B എന്താണെന്ന് തോന്നുന്നു. അതിങ്ങനെ പറഞ്ഞു, മരിച്ചിട്ട് 8 വർഷം വരെ പ്രേതങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അത് 328C അല്ലേ? ആണെന്ന് ഞാൻ റെഫർ ഞാൻ ഹോസ്റ്റലിലായിരുന്നു എന്റെ കുറച്ചു കാലം, കോളേജ് ചേർന്നേക്കാളും മുമ്പ് കുറച്ചു കാലം. അപ്പൊ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുക. രാത്രി ഒരു 12 മണി 12 മണി സമയമുണ്ട്. അപ്പൊ ആരുമില്ല, ഞാനുണ്ട്, വേറൊരു പയ്യനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലോ. അപ്പൊ ഞങ്ങളോട് പഠിക്കാം. ഞങ്ങളുടെ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കില് ഒരു കോറിഡോറാ നടക്കില്ലേ, ഒരു കോറിഡോർ ഉണ്ടാവും ഓപ്പൺ ആയിട്ടുള്ള. അതിന്റെ ഇവിടെ ടേബിൾസ് ഇങ്ങനെ പാരലായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും സ്ട്രൈറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ലിഫ്റ്റ്. അപ്പോ ഈ ഒരു 20 പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ലോങ് ആയിട്ടുള്ള ഒരു റൂമാണിത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരല്ലോ. ഒരു 11 മണി 11:30 സമയമായി. അപ്പൊ എല്ലാവരും പോയി, എല്ലാവരും കിടക്കുക. ലൈറ്റ് ഒക്കെ ഒരു ഓഫാണ്. എന്റെ ടേബിളിന്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്, അവന്റെ അവിടെ ലൈറ്റ് ഉണ്ട്, അത്രയ്ക്കുള്ളൂ. അപ്പൊ ഈ കോറിഡോർ ഏറ്റവും അടുത്ത് ചെന്ന് വിട്ടാ വെച്ചാൽ ലിഫ്റ്റില്ല. ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോ ലിഫ്റ്റ് തുറക്കുമ്പോൾ അടയ്ക്കുമ്പോൾ മ്യൂസിക് ഉണ്ടല്ലോ, ആ മ്യൂസിക് കേട്ടു തുടങ്ങി. അതായത് അത് മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കപ്പോ ശ്രദ്ധിച്ചപ്പോ ലിഫ്റ്റുമെന്ന ലൈറ്റും ഉണ്ട്. അത് നമുക്കൊരു ഗോർസില്ല. അതായത് ഇത്ര ഇങ്ങനെ ഒരു പാരലായിട്ട് സാധനം കിടക്കണ്, അവിടെ ലിഫ്റ്റ് മാത്രം. പിന്നെ ഞങ്ങൾ നോക്കി, പിന്നെ ലിഫ്റ്റിങ് പയ്യെ തുറക്കണ്. സംഭവം പയ്യെ തുറന്നു. അപ്പൊ നമുക്ക് പേടിയായി. അതായത് ലിഫ്റ്റിൽ പാട്ട് കേൾക്കുന്നുണ്ട്, ലിഫ്റ്റ് പയ്യെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. ഇത് കാണുമ്പോ നമുക്കൊരു വിധം, അത് നമ്മ ഒറ്റയ്ക്കല്ലോ, നമ്മൾ രണ്ടുപേരും. ഞാൻ ഈ അറ്റത്താണ്, ഞാൻ ആ അറ്റത്താ. ലിഫ്റ്റിങ് തുറക്കണ്. ഇത് കണ്ട് ഞങ്ങൾക്ക് ചെറിയ പേടിയായി. ഞാൻ ആ ലിഫ്റ്റിന്റെ എടുത്തുവാ. എന്നിട്ട് ഞങ്ങൾ നോക്കണ്ടേ ഇതിനുള്ളിൽ വല്ലതുണ്ടോ, സംഭവം ഉണ്ടോ. അപ്പോൾ അടച്ചു ഒറ്റടി. പിന്നെ അത് ഒന്നും ശബ്ദം ഉണ്ടായില്ല. പിന്നെ കുറച്ചു നേരം ഞാൻ പിന്നെ എണീറ്റു. ഈ പറഞ്ഞ എനിക്ക് ചെറിയൊരു ബാഡ് അടിച്ചു. പിന്നെ ഇവന്റെ അടുത്ത് പോയി നിന്നു. അപ്പൊ ഇവനും തിരിഞ്ഞ് ഞങ്ങൾ നോക്കി നിൽക്കേണ്ട സംഭവമൊക്കെ. പ്രേതത്തിന് നിങ്ങളാണെങ്കിൽ ഈ ഭൂതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഭൂതം എന്നുവെച്ചാ ഞാൻ പറയാം, എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വരാം. അപ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ വരാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കുറച്ച് അപ്പുറത്ത് ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ എന്നും ഈ വലിയ ലോറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് റോഡിലോട്ട് ഇങ്ങനെ കയറി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ലോറി ഇങ്ങനെ പുറകെ വരിക. പുള്ളിക്കാരൻ ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഈ ലോറി ജസ്റ്റ് വന്നു കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ പെട്ടെന്ന് അയ്യോ എന്നിങ്ങനെ വിളിച്ച്. അവർക്ക് മനസ്സിലായി എന്നെ ഇടിക്കുമെന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ ഈ ലോറി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പോകും മരിച്ച് തീർന്നു. പെട്ടെന്ന് ഞാൻ കാണുന്നത് ഞാനിങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറന്നു പോകുന്നതാണ്. രക്ഷപ്പെട്ടിട്ട് എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു അങ്കിൾ, പുള്ളിക്കാരൻ ഇങ്ങനെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്, ഒന്ന് മുട്ടയൊക്കെ അടിച്ച് എന്തോ ഒരു പഴയ അതേപോലെയൊക്കെ ഇരിക്കും, പഴയ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുണ്ട്. ഈ വിഷയം പുള്ളി എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അങ്കിളുടെ പേരെന്താ? അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട്, മോനെ ഞാൻ ബരോഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് അപ്പുറത്തേക്ക്.
പിന്നെ ഇങ്ങനെ സിമിലർ അനുഭവം എന്റെ കുറച്ച് ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ബരോഷ് പപ്പ വന്നിട്ട്. പുള്ളി എല്ലായിടത്തും പുള്ളിയുടെ പ്രസൻസ് ഉണ്ട്, ലൈക്ക് ഇല്യൂമിനാറ്റി അതെല്ലായിടത്തും ഉണ്ട്. പിന്നെ എന്നിട്ട് അപ്രത്യക്ഷമായില്ലേ പുള്ളി. പുള്ളി അപ്രത്യക്ഷമായി, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ആരോ ഈ വനിതാ തിയേറ്ററിന്റെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടുമൂന്ന് പേര് കണ്ടിട്ടുണ്ട്. സിനിമയ്ക്കിടയിലൊക്കെ ആറാട്ട് കണ്ണൻ അങ്ങനത്തെ ഒരാള് ആറാട്ട് കണ്ണൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ്. അതാണ് ഈ ഭൂതവും പ്രേതങ്ങളും വ്യത്യാസം. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ പ്രേതങ്ങൾ ഉണ്ടോ അവർ ഗോസ്റ്റ് എക്സ്പീരിയൻസസ് അതെ അവസാനിക്കുകയാണ്. ഞങ്ങൾ അടുത്ത ടോപ്പിക്കായി അടുത്ത വിഷയത്തിൽ അടുത്ത പോഡ്കാസ്റ്റിന് വരാം. അപ്പോ അതുവരെ നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അതുവരെ see you. ബൈ ബൈ.